ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്കിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇതേപോലെ മേക്കിംഗ് വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസമായല്ലോ. അപ്പോൾ ഞാനൊരു കുഞ്ഞൻ കിറ്റും അതോടൊപ്പം ഒരു മേക്കിംഗ് വീഡിയോയും കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു റിബൺ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ കാണിച്ച 10 പീസ് നമ്മുടെ ഗ്രോസ് ഗ്രെയിൻ റിബൺ, അതുപോലെ തന്നെ 5 പീസ് പ്ലാസ്റ്റിക് ബോ, സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് 5 പീസ് ബോ, ഇത്രയും സംഭവങ്ങൾ കൂടി കൂട്ടിയിട്ട് 250 രൂപയ്ക്കാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഹെയർ ബോയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഗ്ലൂ നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ടൈപ്പ് ബോ ചെയ്യുന്ന സമയത്ത് ഗ്ലൂ ഗൺ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് ബോയിലേക്ക് ഈ ഒരു റിബൺ ഇതേപോലെ ഒട്ടിക്കുന്ന സമയത്ത് ഗ്ലൂ ഗൺ ഒഴിവാക്കിയിട്ട് ഒട്ടുന്ന വേറെ ഏത് പശ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഗ്രോസ് ഗ്രെയിൻ റിബണിൽ പ്ലാസ്റ്റിക് ബോ കവർ ചെയ്തെടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതേപോലെ നമ്മൾ അരികൊന്നും മടക്കിയിട്ട് ഉരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിന് കിട്ടും കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിയും വളരെ നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഉരുക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട. ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് 250 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടിപ്സും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്, വീഡിയോയിൽ അത് എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ഒരു ടിപ്സും കൂടി വരുന്നുണ്ട്. പോളനില്ലേ, ആ ഒരു സംഭവം കൂടി ചേർത്തിട്ടാണ് ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടൊപ്പം ചെയ്ത് നോക്കാനും പറ്റും കേട്ടോ. നേരത്തെ ഒരു കിറ്റിട്ട സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോയും കൂടി കാണിക്കാവോ എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഓർഗൻസ റിബണും സാറ്റിൻ റിബണും ഒക്കെ വെച്ചിട്ട് ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കിറ്റുകൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സെക്ഷൻ നോക്കിയാൽ ഒരുപാട് വീഡിയോകൾ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെയിലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കുറേ മോഡൽസ് നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അധികം ആരും കണ്ടിട്ടില്ലാത്ത വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ. താഴോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത്രയും നല്ല വീഡിയോസുകൾ കിടപ്പുണ്ട് കേട്ടോ. അതായത് സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയ മോഡൽസ് ആണല്ലോ വേണ്ടത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മോഡൽസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം മോഡലുകൾ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് അതേപോലെ മേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ സൈഡ് ഉരുക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ബോ ഒട്ടിച്ചെടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിച്ച് സൈഡും കൂടി ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുളിവൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്, അത്ര ഒരു നീറ്റ്നെസ് ഉണ്ടാവത്തില്ല. ഇതേപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടും. പിന്നെ അടിഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അടിഭാഗം ഒന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ടോ വൈറ്റ് കളർ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റെ മുകളിൽ ഒട്ടിക്കുക കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് എൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ടൈപ്പ് കിട്ടില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ വേറൊരു സാറ്റിൻ്റെ റിബൺ എടുത്തിട്ട് ഇതൊന്ന് കറക്കി ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ഒരു ടൈപ്പ് ഗ്ലൂ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടാൻ ഇച്ചിരി ടൈം എടുക്കും. ഇതുപോലെ എന്തെങ്കിലും സ്ലൈഡോ അലിഗേറ്റർ ക്ലിപ്പോ വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. ഒന്ന് ചെയ്തിട്ട് നമ്മൾ കുത്തി വെക്കുക, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഒട്ടിക്കോളും. അടുത്ത ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അത് ഒട്ടിക്കോളും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയർ ആക്സസറീസ് മേക്കിങ്ങും ഫ്രോക്ക് സ്റ്റിച്ചിങ്ങും. ഈ 2 സംഭവങ്ങളും ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന കാര്യം ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓൾറെഡി നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. ചാനലിൽ കയറിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ആയാലും ഹെയർ ആക്സസറീസ് മേക്കിംഗ് ആയാലും ഒക്കെ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? അത് നീറ്റായിട്ട് ബോ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അകം ഉരുക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്കിനി അതേ കളറിൽ തന്നെ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം. ഈ ടൈപ്പ് ഫ്ലവർ നമ്മൾ ഒത്തിരിയും ടൈം ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഇങ്ങനെ കുഞ്ഞു ഞൊറുകളിട്ട് കൊടുത്തിട്ടുള്ള ടൈപ്പ് ഫ്ലവർ കേട്ടോ. അപ്പോൾ എത്ര വലിപ്പത്തിൽ വേണോ അത്രയും വലിപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉരുക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ സാറ്റിൻ്റെ റിബൺ പോലെ തന്നെയാണ് ഗ്രോസ് ഗ്രെയിൻ റിബണും. ഉരുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നൂല് പിന്നി വരും.
എനിക്ക് തോന്നുന്നു സാറ്റിൻ റിബണിനെക്കാട്ടി കൂടുതലായിട്ട് പെട്ടെന്ന് നൂല് ചെയ്തിങ്ങനെ ഇളകി പോരാനായിട്ട് ജോയിൻസ് ഉണ്ട്. പക്ഷേ നല്ല കട്ടിയുള്ള ടൈപ്പ് റിബൺ, നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രോസ് ഗ്രെയിൻ റിബൺ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് റിബണാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറായിട്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബോ കൂടി മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ബോ പെട്ടെന്ന് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് കെട്ടിക്കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതും കൂടി എൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബോ മാത്രമായിട്ടോ നമുക്ക് ചെയ്യാം. അലിഗേറ്റർ ക്ലിപ്പുകൾ ഇതേ സെയിം സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റുകളായിരിക്കും ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. 35 രൂപ മുതൽ മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോ നിങ്ങൾക്ക് 35 രൂപയാക്കിയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 രൂപയൊക്കെ ലാഭം കിട്ടും കേട്ടോ. ഒരു ബോയുടെ പുറത്ത് 35 രൂപയ്ക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂട്ടിയിട്ട് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ കഴിവാണ്, എത്ര രൂപയാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെയുള്ളത് അവരുടെ ഒരു ബിസിനസ് മൈൻഡ് പോലെ ഇരിക്കും കേട്ടോ. 35 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു ബോ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. നിങ്ങളിനി ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അടിഭാഗത്തും കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇളകി പോരാതിരിക്കും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഒരു സ്റ്റോണും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹെയർ ബോ റെഡിയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഭയങ്കര നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എൻ്റെ മുകൾ ഭാഗം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആർക്കെങ്കിലും കിറ്റ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.